ഞാൻ എന്താ വെച്ചാൽ സംസാരിക്കുന്ന ഒരു വിഷയം നമ്മളെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ എല്ലാ ഫുൾ വീഡിയോകളാണ് നിറഞ്ഞിരിക്കുന്നത് മീഡിയയിൽ മൊത്തം. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ അവൻ എന്ന് വിളിച്ചു എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര സംസാരം നടക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇതെന്താണ് സംഭവങ്ങൾ നോക്കിയിട്ട് നമ്മളെ മോനോട് 10ാം ക്ലാസ് പഠിക്കുന്ന മോനോട് ചോദിച്ചു, ആരാണ് നിങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് ചോദിച്ചു. അപ്പോൾ പൊതുവെ ഏജൻസി പിള്ളേർക്ക് ഇതൊന്നും വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മച്ചു, വളരെ കൂളായിട്ട് പറയണേ എൻ്റെ മച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാടാ എൻ്റെ മച്ചു എന്ന് ചോദിച്ചു. ഹേയ് ശിവൻകുട്ടി അണ്ണനെ. അപ്പോഴാണ് ഞാൻ ഒന്നുകൂടി നോക്കിയത്, ഇത്ര വൈബായിട്ട് ഈ പിള്ളേർ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കുട്ടികൾ തമ്മിൽ ഒരു കണക്ഷൻ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ അതിൻ്റെ ബാക്കുകളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ജോസഫ് മുണ്ടശ്ശേരി മാഷാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. പുള്ളിക്ക് ശേഷം പിന്നെ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് വേണമെങ്കിൽ നമുക്ക് മോഹൻലാലിൻ്റെയും ഷംസീറിൻ്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ അണ്ണൻ. സ്വകാര്യമായി ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക അണ്ണൻ എന്നാണ്. തീർച്ചയായും അണ്ണൻ്റെ ഈ കലോത്സവം ഏറ്റവും മികച്ച നിലയിൽ അവസാനിക്കും. വളരെ അടുത്ത ആൾക്കാർ അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം സ്നേഹമുള്ളവർ അദ്ദേഹത്തെ അണ്ണൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റഡ് ആയി എന്താണ് പുള്ളിയുടെ കാര്യങ്ങൾ എന്ന് നോക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മളൊന്നിങ്ങനെ ഇറങ്ങി ചെന്നപ്പോഴാണ് പുള്ളി വന്നത് വിദ്യാഭ്യാസ രാഷ്ട്രീയത്തിലൂടെയാണ്, SFI എന്ന പ്രസ്ഥാനത്തിലൂടെയാണ്. നമ്മുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സംഘികൾ, സംഘപരിവാർ അങ്ങനെ തന്നെ പറയാം, അവർ കൊടികുത്തി വാഴുന്ന കാലത്ത് കോളേജിൽ പോയിട്ട് SFIയുടെ കൊടി നാട്ടിയാണ് അദ്ദേഹം. അപ്പോഴാണ് നമുക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലായത്, കാരണം നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചതും ഈ ശിവൻകുട്ടി അണ്ണനാണ്. അപ്പോഴാണ് മനസ്സിലായത് പുള്ളി ഒന്നൊന്നര സംഭവമാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റഡ് ആയി ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ. പിന്നെ ഞാൻ ഒരു വിദ്യാഭ്യാസപരമായിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് ഫീൽഡിൽ സ്കൂളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളെന്നുണ്ടെങ്കിൽ ഇത്രയേറെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ അറിവിലില്ല. പറയുമ്പോൾ E.T. മുഹമ്മദ് ബഷീർ സാഹിബ് നല്ല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, പ്രൊഫസർ രവീന്ദ്രനാഥ് നല്ല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ഇതെന്ന് വെച്ചാൽ ഒരു എംപതി, സഹാനുഭൂതി ഉണ്ടല്ലോ. കുട്ടികളോടൊക്കെ ഭയങ്കര സഹാനുഭൂതിയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓൺലൈനിൽ കൂടെ ഒരു കുട്ടീനെ അദ്ദേഹം കലോത്സവത്തിന് പങ്കെടുപ്പിച്ചു. എനിക്കൊരു അറബിക് കാലിഗ്രാഫി തോന്നുന്നു, കാസർഗോഡുള്ള ആ കുട്ടിക്ക് A ഗ്രേഡ് കിട്ടുകയും ചെയ്തു. പിന്നെ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം പുള്ളി ആ സ്കൂള് ചെന്നപ്പോൾ കുട്ടികളൊക്കെ പാടെ അദ്ദേഹത്തോട് കൂടിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ടീച്ചർ 2 ആഴ്ച മുമ്പേ ട്രാൻസ്ഫർ ആയിപ്പോയി, തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച ആ ടീച്ചറെ അദ്ദേഹം ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രി. പിന്നെ എൻ്റെയൊക്കെ ഉപ്പാൻ്റെ പ്രായമാണ്, 71 വയസ്സായിരിക്കണം. ചെറിയ പ്രശ്നങ്ങളും വർത്തമാനത്തിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോഴും ഈ ജൻസി പിള്ളേരുടെ മനസ്സിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി തന്നെയാണ്. ഇത്ര നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിയെ എൻ്റെ ഈ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരാളെ അധിക്ഷേപിക്കുമ്പോൾ നമ്മൾ തരം താഴെയാണ് ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നല്ല വിവരമുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ ഇവൻ എന്നും വിളിച്ച് പറയേണ്ട ഒരു വ്യക്തിത്വമല്ല ബഹുമാനപ്പെട്ട നമ്മുടെ അണ്ണൻ. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ.